56 വർഷത്തിന് ശേഷം മലയാളി സൈനികന് തോമസ് ചെറിയാന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ആയിരങ്ങളാണ് ഈ സ്ഥലത്തേക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നത്. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സൈനികൻ തോമസ് ചെറിയാന് വിട നൽകുന്നത്. സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ലിജോ റോളിൻസ് ചേരുന്നുണ്ട്. ലിജോ, അവസാന ഘട്ടത്തിലേക്ക് സംസ്കാരത്തിന്റെ ചടങ്ങുകൾ എത്തിയല്ലേ? തുടർന്ന് ഈ കല്ലറയിലേക്ക് ഭൗതികദേഹം അടങ്ങുന്ന പെട്ടി ഇറക്കി വയ്ക്കുകയായിരിക്കും ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു മതപരമായ ചടങ്ങിൻ്റെ അവസാന ഭാഗം. അതിൻ്റെ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഏകദേശം പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ 12:30-ക്ക് എത്തിയതിന് ശേഷം ഇപ്പോൾ 3:30 ആയിരിക്കുന്നു. ഇത്രയും സമയവും ആയിരക്കണക്കിന് ആളുകളായിരുന്നു ഇവിടേക്ക് എത്തിയിരുന്നത്. കൃത്യസമയം തന്നെ പാലിച്ചുകൊണ്ട് 3:30-ക്കായിരിക്കും ഈ കല്ലറയിലേക്ക് കല്ലറയിലടുത്തുള്ള പ്രാർത്ഥന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുക എന്നായിരുന്നു നേരത്തെ തന്നെ തീരുമാനിച്ച് അറിയിച്ചിരുന്നത്. അപ്രകാരം തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. 1968-ൽ ഈ സൈനിക വിമാനത്തിൽ കാണാതായ തോമസ് ചെറിയാൻ കഴിഞ്ഞ ദിവസം മൃതദേഹം ലഭിക്കുകയും അത് നാട്ടിലേക്ക് എത്തിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഉചിതമായ രീതിയിലുള്ള ഒരു യാത്രയപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത് തന്നെയാണ് ഈ വിലാപയാത്രയിലൊക്കെ കണ്ടതുപോലെ തന്നെ നൂറുകണക്കിന് ആളുകളാണ് ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. സൈന്യത്തെ പ്രതികരിച്ചുകൊണ്ടുള്ള നിരവധി ആളുകളുണ്ട്, സഭയെ പ്രതികരിച്ചുകൊണ്ടുള്ള നിരവധി ആളുകളുണ്ട്, വിരമിച്ച സൈനികരുണ്ട്, നിരവധിയായിട്ടുള്ള കുടുംബാംഗങ്ങളുണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തുള്ള നിരവധി പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നാട്ടുകാരായുള്ള നിരവധി പേർ എത്തിയിട്ടുണ്ട്. വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് തോമസ് ചെറിയാനെ നേരിട്ടറിയാമെങ്കിൽ പോലും പല കാര്യങ്ങൾ പറഞ്ഞും മറ്റുമൊക്കെ അറിവുള്ള ആളുകളാണ് പലരും. പക്ഷേ ഇത്തരത്തിൽ ഈ മൃതദേഹം ലഭിക്കുമ്പോൾ അത് വലിയൊരു അത്ഭുതമായി കണ്ടുകൊണ്ട് തന്നെയാണ് നാട്ടുകാരെല്ലാം തന്നെ ഇവിടെ ഒരുമിച്ച് കൂടുകയും വലിയ രീതിയിലുള്ള ഒരു ജനാവലിയുടെ ഒരു കാർമ്മിക സാന്നിധ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ അടക്ക ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇത് ഉടനെ തന്നെ ഈ ഭൗതികദേഹം അടങ്ങിയ പെട്ടി ഈ കല്ലറയിലേക്ക് ഇറക്കി വയ്ക്കുന്നതാണ് അതിൻ്റെ അവസാന ഘട്ടമെന്ന് പറയുന്നത്. ആ ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് നിരവധിയായിട്ടുള്ള ആളുകൾ. കാരണം ഈ പള്ളി സെൻറ്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയുടെ തൊട്ട് പിന്നിൽ, ആ പള്ളിയോട് ഏറ്റവും അധികം ചേർന്നൊരു വളരെ അടുത്ത ഒരു സ്ഥലത്ത് തന്നെയാണ് സെമിത്തേരിയിൽ നിന്നൊക്കെ മാറി മറ്റൊരു സ്ഥലത്താണ് സഭ ഇദ്ദേഹത്തിന് പൂർണ്ണമായ ഒരു ബഹുമാനം നൽകിക്കൊണ്ട് ഒരു യാത്രയപ്പ് ഇപ്പോൾ നൽകുന്നത്. അവിടെയാണ് ഈ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് തന്നെ മെത്രാപ്പൊലീത്ത ഉൾപ്പെടെയുള്ളവരുടെ കാർമ്മികത്വത്തിലാണ് ആ ചടങ്ങുകളെല്ലാം തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സൈന്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ആളുകളെല്ലാം തന്നെ നിരവധി പേരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഏകദേശം 50-ലധികം വരുന്ന സൈനികരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അവരുടെ ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 1968-ൽ ഉണ്ടായ ഒരു അപകടത്തിൽ 102 പേരായിരുന്നു ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ സൈന്യത്തിലേക്കുള്ള പരിശീലനമൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം അടുത്ത് തൻ്റെ തൊഴിലിടത്തേക്ക് പോകുന്ന ഒരു വഴിക്കായിരുന്നു ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുകയും ഹിമാചലിലെ കുളു ജില്ലയിലെ റോക്തങ് പാസിലെ മഞ്ഞുമലയിൽ വെച്ച് ഈ വിമാനം കാണാതായത്. അതിനുശേഷം നിരന്തരമായി സൈന്യം കൃത്യമായ രീതിയിൽ ആ തിരച്ചിലുകളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പല ഘട്ടത്തിലായി ചുരുക്കം ചില ആളുകളുടെ മൃതദേഹം, അതായത് 102 പേരുണ്ടായിരുന്നതിൽ ഇതുവരെ ലഭിച്ചിരിക്കുന്നത് 9 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഒരാളാണ് തോമസ് ചെറിയാൻ എന്ന് പറയുന്നത്. ഇത് പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ മൃതദേഹങ്ങൾ ലഭിച്ചത്. അത്തരത്തിൽ ആ ഒരു തിരച്ചിൽ ഏറ്റവും ശ്രമകരമായ ഒരു തിരച്ചിലിന്റെ ഭാഗമായി തന്നെയാണ് സൈന്യത്തിൽ ഇത്രയും പേരെ ഇതുവരെയും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതായത് മഞ്ഞ് ഒരുങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രമായിരിക്കും അവിടെ ഇത്തരത്തിൽ ഒരു തിരച്ചിൽ സാധ്യമാവുക. അതിന്റെ ഘട്ടത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു തിരച്ചിൽ നടത്തുകയും തോമസ് ചെറിയാൻ ഉൾപ്പെടെയുള്ളവരുടെ 4 പേരുടെ മൃതദേഹങ്ങളാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തോമസ് ചെറിയാനെ തിരിച്ചറിയുകയും അത് കുടുംബത്തെ അറിയിക്കുകയും തുടർന്ന് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുൾപ്പെടെ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുൾപ്പെടെയുള്ള പൂർണ്ണമായി വളരെ വേഗത്തിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ മൃതദേഹം നാട്ടിലെത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വ്യോമസേന വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ടും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ടും വേണ്ട രീതിയിൽ തന്നെ അത് ആ വ്യോമസേന വിമാനത്താവളത്തിൽ വെച്ച് ഏറ്റുവാങ്ങി അന്തിമോപചാരം അർപ്പിച്ചിരുന്നുകൊണ്ട് പ്രധാനമന്ത്രി പ്രതിനിധീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഗോവ ഗവർണർ ആയിട്ടുള്ള പി. ശ്രീധരൻ പിള്ളയായിരുന്നു അന്തിമോപചാരം അർപ്പിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് മന്ത്രി വീണ ജോർജ് ആയിരുന്നു ഇവിടെ എത്തിയത്. ജില്ലാ ഭരണകൂടത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കളക്ടർ, SP ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ സന്ദേശം ഇവിടെ ആന്റണി എം, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഭാഗത്തു നിന്നുള്ള അനുശോചന സന്ദേശം, ഒപ്പം തന്നെ അതിൻ്റെ ഒരു അന്തിമോപചാരം അർപ്പിച്ചത് DCC പ്രസിഡന്റാണ്. അത്തരത്തിൽ പൂർണ്ണമായി സാംസ്കാരിക രംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും ആളുകളെല്ലാം തന്നെ പറഞ്ഞതുപോലെ അത്രയും ആളുകൾ അങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം ഇപ്പൊ പറഞ്ഞതുപോലെ നാട്ടുകാർക്ക് തന്നെ വലിയ അത്ഭുതമായിരുന്നു ഇത്ര വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ കിട്ടുക. സംസ്കാര ചടങ്ങും അവരെ സംബന്ധിച്ച് വളരെ കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതൊരു ചരിത്രത്തിൽ കൂടി രേഖപ്പെടുത്തുന്ന ഒരു കാര്യമായി മാറുകയാണ് ഇലന്തൂരിലെ ഈ സംഭവവും സംസ്കാര ചടങ്ങും ഒക്കെ. ഇപ്പോഴും സംസ്കാര ചടങ്ങിന്റെ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ പൂർത്തിയാകും.